നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് എന്ന് പറഞ്ഞ LVHS സ്കൂളിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ വീട്ടിൻ്റെ പുറകിൽ ഒരു സേഫ്റ്റി ടാങ്കിൻ്റെ കുഴി എടുത്തിട്ടുണ്ടെന്ന്. ആ കുഴിക്കകത്ത് ചേട്ടാ ഒരു വലിയ പെരുമ്പാമ്പ് കിടക്കണം ചേട്ടാ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മക്കളെ പെരുമ്പാമ്പാവാൻ സാധ്യതയില്ല, പിന്നെ നമുക്കൊന്നും ഉറപ്പായിട്ട് പറയാനും പറ്റില്ല. അങ്ങനെയാണ് ഒരു ഫോട്ടോ ഒന്ന് വാട്സാപ്പ് ചെയ്യാൻ പറഞ്ഞു. കുട്ടിക്കാലത്ത് എനിക്ക് ഫോട്ടോ വാട്സാപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു അണലി എന്നറിയും. വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ചേന അണലി ആയിരിക്കും എന്ന് പറഞ്ഞു. അണലി എന്നറിയപ്പെടുന്ന ചേനത്തണ്ടർ എന്നറിയപ്പെടുന്ന വട്ടക്കൂറ എന്നറിയപ്പെടുന്ന വൈപ്പർ എന്നറിയപ്പെടുന്ന റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന രക്തനലി എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിനുടമയായ ഫാങ്സ്, അത് വനം ഇഞ്ചക്ട് ചെയ്യുന്ന പല്ലിനുടമയായ അതിഥിയാണ് കിടക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ നല്ല കാറ്റ് ഇവിടെ വന്നപ്പോഴേ നല്ല കാറ്റ്. ഇപ്പോൾ ഒരു ശമനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ആ സഹോദരിയും വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അതിഥി അകപ്പെട്ട് കിടക്കുന്ന ആ കുഴിക്ക് അടുത്തേക്ക് പോകാം. നമസ്കാരം. സുഖായിരിക്കുന്നോ അമ്മ? സുഖായിരിക്കുന്നു. നമസ്കാരം മക്കളെ, എന്തുണ്ട്? സുഖായിരിക്കുന്നു. ഇതെവിടെ മക്കളെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിന്റെ താഴെയോ? അപ്പൊ നമുക്ക് നോക്കാം. വലിയ കുഴിയാ? ഓ ഇത് തന്നെയല്ലേ വലിയ കുഴിയാ? അല്ലല്ലോ. സത്യം പറഞ്ഞ ഇവര് കാണിച്ചു തരേണ്ട കാര്യമല്ല, നമുക്ക് ഇവിടെ ഇറങ്ങി വന്നപ്പോ തന്നെ കാണാം. പെരുമ്പാമ്പെന്ന് പറഞ്ഞ് എന്നെ കിടന്ന് നിലവിളിയാണ്. ചേട്ടാ ഒരു വലിയ പെരുമ്പാമ്പ് കിണറ്റി കിടക്കും. അതാ നോക്കൂ, അണലി. ഇതാണ് അണലി. ഈ പാറ്റേൺ ഉള്ളത് അണലിക്ക് മാത്രമേ ഉള്ളൂ. പെരുമ്പാമ്പിൻ്റെ പാറ്റേൺ ഇതല്ല. നല്ല ഗ്ലേസിങ് ആണ്. ഇപ്പം നമ്മൾ മുഖത്ത് എന്താ പറയുക, ബ്ലീച്ചൊക്കെ തീയിട്ട് നമ്മൾ വെയിലടിക്കൂലേ, അപ്പം തിളങ്ങൂല, അതേ തിളക്കും. നല്ല സിൽക്കി സ്കിന്നാണ്. ഇതങ്ങനെയല്ല, ഇത് റഫാണ്. ഇത് എത്ര ആളായി കുഴി എടുത്തിട്ട്? ഒത്തിരി ആയോ? നിങ്ങൾ JCBക്ക് എടുത്തു അല്ലേ? JCBക്ക് എടുത്തു അല്ലേ? ഓ അതാ ഞാൻ ചോദിച്ചു. ഇങ്ങനെ വീതി പറഞ്ഞ് മാന്തി എടുത്തു കൊണ്ട് ചോദിച്ചു. 4-5 മാസമായി. ഇത് എപ്പോഴാ കണ്ടേ? ഇത്ര സമയമായി? സാറിന് ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാറുണ്ടോ? അങ്ങനെ നമ്മൾ വസ്തു നോക്കാൻ വേണ്ടി ഇത് കണ്ടത്. ഓഹോ. ആ പുള്ളി കണ്ടോ? അത് നമ്മൾ കണ്ട തന്നെ ഫസ്റ്റ്. പന്നി ധാരാളം ഉണ്ടല്ലേ? ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം ഇതാണ്ട് നമ്മൾ ഞാൻ ഈ പുല്ല് പറിച്ചപ്പോൾ തന്നെ അത് ഇഴഞ്ഞ് ഞാൻ്റെ മൂവ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മിക്കവാറും സൈഡ് വൃത്തിയാക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഒന്ന് കാണാൻ പറ്റില്ല. രണ്ടാമത് ഇവ എങ്ങോട്ടേലും പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് മാത്രമല്ല മേളിൽ വേറെ ഇല്ലെന്ന് നമുക്ക് പറയാനും പറ്റില്ല. നല്ല ഉറപ്പുമില്ല മണ്ണേ. അമ്മ തോട്ടം അടപ്പുണ്ടാമ്മ ഇത് ഉണ്ടെങ്കിൽ തരുമോ അമ്മ? കമ്പിൻ്റെ ഉണ്ടാ? അതാ വെയിലത്ത് നല്ല അടിപൊളിയായിട്ട്. ഓ ഇത് നമ്മൾ അത്യാവശ്യം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം റബ്ബർ. ഇതിനകത്ത് കുറച്ച് ദിവസമായി വീണിട്ട്. ഇതിനകത്ത് കുറച്ച് ദിവസമാണ്. നല്ല ടയർഡാണ്. അത് മാത്രം നമ്മളെ മണ്ണ് നോക്കി ഇഴഞ്ഞ് പാടുക. നല്ല ഇഴഞ്ഞിട്ട് വരൂലല്ലേ അമ്മ? അല്ല വന്നിട്ടും കൃഷിയൊന്നും ഇല്ലല്ലോ. ഞാൻ തോട്ടം ഇട്ടപ്പോൾ എൻ്റെ നേരെ വരെയുണ്ട് പഠിക്കുന്ന കമ്പിൽ. അതിങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പൊക്കോണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇപ്പം കയറുമെന്ന്. അടിപൊളി. വേണ്ടി ഇറങ്ങി. കയറാൻ തോന്നുന്നുണ്ട്, പക്ഷെ കയറുന്നില്ല. അടിപൊളി. ഓ നമ്മൾ 2 പ്രാവശ്യം, ഇപ്പോൾ 1 പ്രാവശ്യം കയറ്റി നല്ലതായിട്ട് കയറിയാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു പിടി അദ്ദേഹം ശരിക്കും അങ്ങോട്ട് തരുന്നില്ല. 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം കയറി നന്നായിട്ട് കയറി. ഇപ്പോൾ രണ്ടാമത് അനക്കാലം നന്നായിട്ട് കയറിയതാ. നമ്മൾ ഇപ്പോൾ കമ്പ് ഇട്ടോണ്ടേ അത് കയറുന്നില്ല.
ഒരു അപൂർവം നമുക്കിവിടെ അപൂർവമായിട്ട് മാത്രമേ ഈ കളറിൽ ഈ പാറ്റേൺ ഈ ഡിസൈൻ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷെ നമുക്ക് ഏറ്റവും ഇതേ സെയിം സാധനം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയില്ല, നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എന്നാൽ അപൂർവമാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഏറ്റവും വലിയ ഇതേ പാറ്റേണിൽ കിട്ടിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടിയ, പൂനെയിൽ നിന്നൊക്കെ പിടികൂടിയ ആണ് ജാതികൾ. ഇതിനേക്കാളും നല്ല സൈസിൽ, ഇതിനേക്കാളും വലിയ പാറ്റേണിൽ നല്ല തെളിഞ്ഞിട്ട് ഇതൊരു വെറൈറ്റി. ഇത് വെറൈറ്റി എന്ന് തന്നെ പറയാം. കാരണം ഇത് ഈ കളർ ഇവിടെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. ഒരുപാട് നമ്മൾ മറ്റാണല്ലേ കിട്ടുന്നത്, സാധാരണ നമ്മുടെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇതും കോമൺ ആയിട്ടുള്ള തന്നെയാണ്, കിട്ടുന്ന പോലത്തെ കളറല്ല ഇദ്ദേഹത്തിന്. ഇതിന് വേറൊരു ചെറിയ കളർ വ്യത്യാസം കൂടിയുണ്ട്. നല്ല വെള്ളം ദേഹത്ത് വീഴുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കളർ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമുക്കിത് കാരണം ഈ ചെളിയിൽ കിടന്ന അഴുക്കൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ കളർ അറിയാൻ പറ്റില്ല. രണ്ട് മൂന്ന് പ്രാവശ്യം ആ കമ്പിൽ കടിച്ചു, 3 അല്ല 3-4 പ്രാവശ്യം കമ്പിൽ കടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നല്ല കാറ്റും നല്ല അന്തരീക്ഷവും. അതാ കയറിയിട്ടുണ്ട്. നമുക്ക് എത്ര കണ്ടത് കയറി വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതാ ചിലപ്പോൾ ഇങ്ങനെ എത്താറാകുമ്പോൾ തിരിച്ചടിക്കണം. അതാ ഇപ്പം മിക്കവാറും തിരിച്ചു അതാണ്ട. നല്ല ടയർഡാണ്. പക്ഷെ അതിലുപരി വീണ്ടും കയറി താഴെ പോയില്ല. നല്ല ടയർഡാണ് ആശാൻ. നല്ല ടയർഡ് മാത്രമല്ല, താണ്ട നല്ല നീളമുണ്ട്. നോക്കുക, താണ്ട ഏകദേശം 4 അടിയിലേറെ നീളം വരുന്ന പടം പൊഴിക്കാറായ ഈ വർഷം പ്രസവിച്ച പെണ്ണാണത്. പ്രസവിച്ച് നമുക്ക് എന്തായാലും ഇതിനെ കുറച്ച് അങ്ങോട്ട് മേളിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. നല്ല ടയർഡാണ്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പതുക്കെ കൊണ്ടുപോകാം. സത്യം പറഞ്ഞാൽ അതിന് ഫുഡും ഇല്ല, വെള്ളം കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും ആ കുഴിക്കകത്ത് ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. മക്കളെ ലേശം വെള്ളം ഇങ്ങെടുക്കാമോ? ഇത് എനിക്ക് തോന്നുന്നു 1 മാസമെങ്കിലും ആയിക്കണം അതിനകപ്പെട്ടിട്ട്. 1 മാസം ആയിക്കാണും ആ കുഴിക്കകത്ത് അകപ്പെട്ടിട്ട്. രണ്ടാമത് ഫുഡ് എടുത്തിട്ട് നല്ല സമയം, എനിക്ക് 1 മാസത്തിൽ മേളിലായിക്കണം ഫുഡ് എടുത്തിട്ട്. മൂന്നാമത് ഇത് പ്രസവിച്ചിരിക്കാം സാധ്യത ഗുണം. ഇത് പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെയൊന്നും ആയിരിക്കത്തില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. പ്രസവിച്ചതിന് ശേഷം ഭക്ഷണം തേടി വന്ന സമയത്ത് ആ കുഴിക്കകത്ത് അകപ്പെട്ട് പോയതാണ്. നല്ല ടയേർഡാണ്. നല്ല എന്താ പറയുക, നല്ല ഇപ്പം നമുക്ക് അതിൻ്റെ ഡിസൈൻ ഒന്ന് കാണിക്കാം. ചെറിയൊരു മഗ്ഗുണ്ടോ മക്കളെ? പരമാവധി നല്ലതായിട്ട് ചാടി കടിക്കുന്നു. ഈ ടയർഡായ പാമ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ്, പെട്ടെന്ന് ചാടി കുറിച്ച് കടിക്കുക എന്നുള്ളതാണ്. വെള്ളം കൊടുത്താലും പാല് കൊടുത്താലും എന്ത് കൊടുത്താലും അത് അതിനെ തിരിച്ചറിയില്ല. പക്ഷേ ഒരു കൃത്യം നോക്കുക, അതിനകത്ത് കിടന്നപ്പോൾ കളറാണെന്ന് നോക്കും, നല്ല തെളിഞ്ഞിട്ടുണ്ട്. നല്ല ആ കളറങ്ങ് മാറി, ആ പാറ്റേൺ അങ്ങ് മാറി. അതിന് വെള്ളം കുടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അതിനകത്ത് വെള്ളം കിട്ടിക്കാണെന്ന് തോന്നും. വെള്ളം നന്നായിട്ട് 2 ദിവസം മുന്നേ നന്നായിട്ട് മഴയുണ്ടായിരുന്നു. നല്ല സ്മാർട്ടായി, ആൾ സ്മാർട്ടായി. പക്ഷെ സ്മാർട്ടായെങ്കിലും കടിക്കണോ ചിന്ത മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഇരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഇരിക്കുന്നത് അടുത്ത് കടിക്കാനാണ്. നോക്കിക്കോളൂ. ഇപ്പം അതേ മിക്കവാറും ഏതെങ്കിലും ഒരു അനക്കം
ഏതെങ്കിലും അനക്കം കിട്ടിയ മിക്കവാറും അതിലേക്ക് പിടിക്കും. കാരണം ഇപ്പോൾ പടം പൊഴിക്കാറായിരിക്കുന്നു, കണ്ണിൻ്റെ പടം മൂടിയിരിപ്പുണ്ട്. കടിക്കാന്ന് അടുത്തതിനെ കടിക്കാൻ നമുക്ക് സാധാരണ ഇവിടെ കാണുന്ന അണലിൽ വേറൊരു ബ്രൗൺ കളറിൽ വട്ട പാറ്റേൺ ആണ്. ഇത് നോക്കിക്കോളൂ, ഇത് കറുപ്പാണ്, നല്ല കറുപ്പാണ്. ഇത് ചെറിയ കുഞ്ഞ് അണൽ പ്രസവിച്ച് വരുന്ന സമയത്തുള്ള കളറാണ് ഈ മേളിൽ വരുന്ന ഈ കറുപ്പ്. നോക്കിക്കോളാ. ഇനി അദ്ദേഹം അടുത്ത് കടിക്കാനുള്ളൊരു വരുന്നത് നോക്കിക്കോളൂ. ഇതാണ്ട ഇത് കടിക്കാൻ അടുത്ത് ഇങ്ങനെ പോകുന്ന കടിക്ക് പെട്ടെന്ന് കടിക്കാന്നുള്ളത്. നല്ല ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5 വയസ്സിന് മേളിൽ പ്രായം വരുന്ന 1 മീറ്ററിലേറെ നീളം വരുന്ന 1 മീറ്ററിലേറെ ഏകദേശം എനിക്ക് 4 അടിയോളം നീളം വരുന്ന ഒരു നല്ല ചേനത്തണ്ട് എന്നറിയപ്പെടുന്ന അണലിയാണ്. വട്ടക്കുറ അറിയാലോ, ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വളരെ മാരകമാണ്. നമ്മുടെ വൃക്കകൾ, നമ്മുടെ കിഡ്നി തകരാറിലാവുന്നു. ഇപ്പോൾ നമ്മൾ ഈ കോളിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, പോത്തൻകോടേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി പരവൂര് തുളസീധരൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന് മീൻ പിടിക്കാനാണ് പോകുന്നത്. അദ്ദേഹം മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. 12 ദിവസങ്ങൾക്ക് മുന്നേ തോട്ടിനടുത്ത് ആറ്റിൻ്റെ പുഴയുടെ തീരത്ത് വെച്ച് എന്തോ ഒരു അതിഥി കടിച്ചു. രാത്രി എന്നെ വിളിച്ചിട്ടുണ്ട്, മഴയുണ്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞു, ചേട്ടാ നീ പുളവൻ കടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുളവൻ കടിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾക്ക് വേദനയോ നീരോ ഉണ്ടോ? ഞാൻ പറഞ്ഞു വേദന ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞു. അപ്പോഴതിന് ശേഷം 3-4 മണിക്കൂർ വൈകിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് 14-15 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഈ കോളിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കാട്ടായിക്കോണം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ സഹോദരി വിളിച്ചിട്ടുണ്ട്, ചോദിച്ചാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. പാവപ്പെട്ട വീടാണ്, മീൻ പിടിച്ചാണ് ജീവിക്കുന്നത്, ചേട്ടാ വനം വകുപ്പിൻ്റെ ഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അണലിയുടെ കടിയേറ്റ് മരണം ഒരുപാട് കൂടുന്നു. നമ്മുടെ രക്ഷപ്പെട്ടാൽ തന്നെ, മാരകമായിട്ടുള്ള കടിയാണെങ്കിൽ രക്ഷപ്പെട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ കിഡ്നി പ്രവർത്തനം നിലയ്ക്കുന്നു. പിന്നെ ഡയാലിസിസ് തുടർച്ചയായിട്ട് വേണ്ടി വരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചാളുടെ കഴിയുമ്പോൾ നമ്മുടെ വൃക്കകൾ രണ്ടും തകരാറിലാവാം. പിന്നീട് ഇതിൻ്റെ ഈ ഡയാലിസിസ് അറിയാമല്ലോ, നമുക്ക് കിഡ്നി പ്രോബ്ലം വരുമ്പോൾ 3000, 300, 400, 500, 600 ഒക്കെ ഡയാലിസിസ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരു കാരണവശാലും പാമ്പുകളുടെ കടി ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം അറിയാലോ, അത്രയ്ക്ക് അനുഭവമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മോഡേൺ മെഡിസിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മൾ എല്ലാ അസുഖം വന്ന് ഒരേ അസുഖം തന്നെ ഉണ്ടാവുന്ന 90% ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ല, മരണത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എല്ലാവരും രക്ഷപ്പെടുന്നു. അതിന് സാധ്യത കുറവാണ്. അപൂർവങ്ങൾ കടിയുടെ സാഹചര്യത്തിനനുസരിച്ചാണ്, കടിയുടെ പോയിന്റ് കിട്ടുന്നതിനനുസരിച്ചാണ് മരണത്തിൻ്റെ അളവ് കൂടുന്നത്. പിന്നെ അടുത്ത പറമ്പുകളൊക്കെ കാട് കയറി കിടക്കുന്നുണ്ടെങ്കിൽ പറമ്പൊന്നും വൃത്തിയാക്കാനൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു നീളമുള്ള വടി ഉപയോഗിച്ച് തട്ടി നടന്നു പോവുക. പിന്നെ ഇവിടെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ കിടക്കുന്ന സ്ഥലത്തൂടെ ആയിരിക്കും ചിലപ്പോൾ പന്നി പെട്ടെന്ന് ഇങ്ങനെ സഞ്ചരിച്ച് പെട്ടെന്ന് പേടിച്ച് പോകുന്നത്, ഓടിപ്പോകുന്നു. അപ്പോഴായിരിക്കും ഇത് പേടിച്ച് ചിലപ്പോൾ കുഴിയിൽ അകപ്പെട്ടു പോകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. അണലിയുടെ കടി അറിയാം, അണലിയുടെ പ്രസവം കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങൾ ഭക്ഷണം തേടി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്, സീസണാണ്. കൊണ്ട് സൂക്ഷിക്കണം. നിസ്സാരമായിട്ട് കാണാതിരിക്കുക. കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം നമുക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ചെയ്യാൻ പറ്റുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ്. പിന്നെ നമുക്ക് മറ്റ് ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതുപോലെ മറ്റ് ജില്ലകളിലൊക്കെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് സുലഭമായിട്ട് മരുന്ന് കിട്ടുന്ന സ്ഥലമാണ്. കുഴപ്പം നമുക്ക് കോന്നിയിൽ പുതിയ മെഡിക്കൽ കോളേജിലായിരുന്നാലും, അഞ്ചലിലായിരുന്നാലും, അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഒക്കെ, അല്ല താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ആൻറ്റിവനം സുലഭമാണ്. നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ആൻറ്റിവനം ഉണ്ട്, ജനറൽ ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലേറ്റാവാതെ വൈദ്യന്മാരുടെ അടുത്തൊക്കെ സഞ്ചരിക്കാതെ എത്രയും പെട്ടെന്ന് ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിലേക്ക് വേണം എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ മരുന്നുണ്ട്. അവിടുന്ന് മിക്കവാറും അദ്ദേഹത്തിന് ഇവിടെ കടിക്കാൻ കഴിയും. നോക്കിക്കോളാം. അണലിയുടെ കടി ഇതാണ്. പെട്ടെന്ന് കടിക്കുക, ഒരു പ്രകോപനമല്ല കടിക്കുക. അതിലുപരി വലിയ വായ് നന്നായിട്ട് തുറന്ന് പല്ല് നല്ല അകലത്തിൽ നല്ല ബൈറ്ററിയും, വളഞ്ഞ പല്ലായതുകൊണ്ട് നല്ല ആഴത്തിലേക്ക് ഇറങ്ങും. വെട്ടിപ്പിടിക്കുമ്പോൾ നല്ല നീളത്തിൽ മുറിവുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അവിടെ നീര് വന്നു തുടങ്ങും. സഹിക്കാൻ പറ്റാത്ത വേദനയായി തുടങ്ങും. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അതുപോലെ വേദനയും പെട്ടെന്ന് നീരും. പിന്നെ ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ചു പോകുന്നു. അത് കുറേ കഴിയുമ്പോൾ നമുക്ക് ബോഡി പെയിൻ അനുഭവപ്പെടുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വയറിന് വീക്കം അനുഭവപ്പെടുന്നു, മൂത്ര തടസ്സം അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അണലി അതിഥിയുടെ കടിയേറ്റൽ ഉണ്ടാവുന്ന പ്രത്യേകതകൾ. അത് അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഫീലിങ്സ്. പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ആ കടിച്ച ഭാഗത്ത് നീരുണ്ടാവുക, അത് കഴിഞ്ഞ് ബോഡിക്ക് പെയിൻ ഉണ്ടാവുക, അത് കഴിഞ്ഞ് വയറിന് വീക്കം, പിന്നെ മൂത്ര തടസ്സം, പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നും. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമുക്ക് ഒരു രോമകൂപത്തിൽ കൂടെയും മോണയിൽ കൂടെയൊക്കെ ബ്ലഡ് പൊട്ടി വരിക. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ബ്ലഡ് പൊട്ടി വരുന്നത് കൊണ്ടാണ് രക്തയണലി എന്നൊരു നാമം ഇദ്ദേഹത്തിന് വേണ്ടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രക്തയണലി എന്നൊരു പേരില്ല. രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് എന്നാണ് റിസൾട്ട്സ് വൈപ്പറിൻ്റെ മലയാളം എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്.
ഈ പോത്തൻകോട് മേഖലയിലൊക്കെ അണലിയൊന്നും ഇല്ലെന്നൊന്നും പറയാമല്ലോ. അണലിയും മൂർഖനും അതുപോലെ പെരുമ്പാമ്പ് ഉൾപ്പെടെ പോത്തൻകോട് കുറച്ച് അപ്പുറത്ത് പാവറമ്പലം നടന്ന് എനിക്ക് പെരുമ്പാമ്പിനെ കിട്ടിയപ്പോൾ എല്ലാ അതിഥികളും ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടിൽ കാണുന്ന കാട്ടിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് കാണാത്ത, അതായത് മലബാർ പിറ്റേപ്പുറ ഹംപിനോസൂറൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ശംഖുവരൻ ഉൾപ്പെടെയുള്ള എല്ലാ അതിഥികളും എനിക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അരൂപ്പാറ പോത്തൻകോട് ഈ മേഖലയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അണലി എനിക്ക് കിട്ടുന്നത് നമ്മുടെ വേളി റെയിൽവേ ഹെഡാസാകുന്നത്. എവിടെ നിന്ന് വരുന്നൊന്നും അറിയില്ല, കിട്ടുന്ന അത്രയും വലിയ അതിഥികൾ. പിന്നെ അതുപോലെ ആരോഗ്യം കുറഞ്ഞ അണലി അതിഥികളാണ് എനിക്ക് കൂടുതൽ റെയിൽവേയുടെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നത്. എന്താണ് അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അവിടെ ഫുഡാണെങ്കിൽ ധാരാളം ഉണ്ട്, കാരണം അറിയാമല്ലോ വേസ്റ്റ് വിടുന്ന സ്ഥലമാണ്, വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എലിയൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമുക്ക് വേളി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ പുറകിലോട്ടൊക്കെ പോയി അവിടെ കോഴിയുടെയൊക്കെ വേസ്റ്റ് തിന്നിട്ട് കോഴിയുടെ തല കഴിച്ചിട്ട് എനിക്ക് 2 പ്രാവശ്യമാണ് 2-3 അണലി എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോഴിയുടെ വേസ്റ്റും കാലും ഒക്കെ കഴിച്ചിട്ട്. മകളെ ഒരു സഞ്ചി തരാമോ? നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ്. കുഴപ്പമില്ല. നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ്. തന്നെ ടയർഡായ അതിഥി ആയതുകൊണ്ട് അദ്ദേഹം വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങ് ഒതുങ്ങി. ഇനി നമ്മൾ ചെറിയൊരു ഉടക്ക്. സഞ്ചി ചോദിച്ചപ്പോൾ തന്നെ അവർ കെട്ടാനുള്ള കയറും എല്ലാം കൂടി കൊണ്ടുവന്നു. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് അടുത്ത് പോത്തൻകോട് വാവറമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ LVH സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ടുള്ള നമ്മളൊരു പ്രിയപ്പെട്ട സഹോദരിയുടെ വീടിൻ്റെ പുറകിൽ സേഫ്റ്റി ടാങ്കിനെടുത്ത പുതിയ കുഴിക്കകത്ത് അകപ്പെട്ട, എനിക്ക് തോന്നുന്നു 1 മാസത്തിലേറെ ആയിക്കോണം അകപ്പെട്ട പ്രസവിച്ചതിന് ശേഷമെന്നാണ് ഇതിനകത്ത് അകപ്പെട്ടത്. ആ ഒരു നല്ല ടയേർഡായിട്ടുള്ളൊരു അണലി അതിഥിയായിരുന്നു, വെറൈറ്റി കളറായിട്ടുള്ള അതിഥിയായിരുന്നു. ഇദ്ദേഹത്തിന് നമുക്ക് ഏറ്റവും വലിയ ഈ കളറിൽ കിട്ടിയത് എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്രയിൽ പൂനെയിലൊക്കെ നമ്മുടെ യാത്രാ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ പാറ്റേണിൽ വലിയ സൈസിൽ അണലിയെ ഇണചേരുന്ന സമയത്തൊക്കെ കിട്ടി. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയ നമ്മുടെ അണലി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.